ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ലൈഫ് ഓഫ് ലവ്ലി. ഇന്ന് ഞാൻ ചെണ്ടുമല്ലിക കൃഷിനെ പറ്റിയാണ് പറയുന്നത്. അപ്പോൾ ചെണ്ടുമല്ലിക കൃഷി സ്റ്റാർട്ട് ചെയ്യേണ്ട ടൈമായി. അപ്പോൾ ഇപ്പോൾ നട്ട് കഴിഞ്ഞാൽ സെപ്റ്റംബർ ഓണത്തിൻ്റെ ടൈം ആകുമ്പോഴേക്കും നല്ല പൂക്കളായിട്ട് കിട്ടും. അപ്പം നമുക്ക് സ്റ്റാർട്ട് ചെയ്താലോ. ഞാനിപ്പോൾ 50 തയ്യാണ് നടാൻ പോകുന്നത്. ഇപ്പം ഞാൻ തൽക്കാലം വളമൊന്നും ഇടാണ്ടാണ് നടുന്നത്. ഇത് വളക്കൂറുള്ള മണ്ണാണ്. അപ്പോൾ 2 ദിവസം കഴിഞ്ഞാൽ ഞാൻ ഇവിടെ ചാണകവെള്ളം ഒഴിക്കും. നോർമലി ഇത് നടുമ്പം തന്നെ ഒന്നെങ്കിൽ ചാണകത്തിൻ്റെ വളം അല്ലെങ്കിൽ കോഴി കാഷ്ടം എന്തെങ്കിലും ഇടേണ്ടതാണ്. പക്ഷേ ഇതിപ്പം വളക്കൂറുള്ള മണ്ണായതുകൊണ്ട് ഞാൻ തൽക്കാലം ഒന്നും ഇടുന്നില്ല. ഈ മണ്ണിന് എത്രത്തോളം ഗുണമുണ്ടെന്ന് നോക്കാമല്ലോ, അതിന് ശേഷം വളം ഇടാമല്ലോ. ഇത് നല്ല കറുത്ത മണ്ണാണ്, അപ്പോൾ വളക്കൂറുള്ള മണ്ണാണ് ഇത്. അപ്പോൾ 2 ദിവസം കഴിഞ്ഞാൽ ഞാൻ എന്തായാലും ചാണക വെള്ളം ഒഴിക്കും. രണ്ട് ദിവസത്തെ മഴക്ക് ഇതിപ്പോൾ സീനിയൊക്കെ ആകെ താഴേക്ക് വീണ് കഴിഞ്ഞു. അതിൻ്റെ ഭംഗിയൊക്കെ നഷ്ടപ്പെടാൻ തുടങ്ങി. ചെണ്ടുമല്ലികയൊക്കെ ഉണ്ട്, ഇതൊക്കെ പൊരിഞ്ഞ് കിടക്കുന്നുണ്ട്. 2-3 ടൈപ്പ് പിന്നെ വാടാമല്ലിയുണ്ട്, വെള്ളയുണ്ട്, പിന്നെ കളർ മറന്നു പോയല്ലോ, വെൽവെറ്റ്, പിന്നെ വേറൊരു കളറും കൂടിയുണ്ട് ചുവപ്പുള്ളത്. അതിപ്പോൾ നശിച്ചു പോയി. അപ്പം ഇത് കാക്കപ്പൂവല്ല, പേര് മറന്നുപോയി. അങ്ങനെ ഓണത്തിനിടാൻ പറ്റിയ പൂക്കളൊക്കെ ഉണ്ട് ഇതിൻ്റെ നടുവിലൊക്കെ. പിന്നെ പട്ടാണി ചെടിയുണ്ട്, എന്തൊക്കെയോ പൂക്കളെല്ലാം ഉള്ള ചെടിയുണ്ട്, നട്ടിട്ടുണ്ട്. അതിൻ്റെ ഉള്ളിലൊക്കെ ഉണ്ട്. പിന്നെ ഇത് നാടൻ ചെണ്ടുമല്ലികയാണ്. ഇതിനധികം വണ്ണം ഉണ്ടാവില്ല, ഹൈബ്രിഡ് പോലെ വലിപ്പം ഉണ്ടാവില്ല. ഇത് പക്ഷേ ഈ വിത്ത് എപ്പം ഇട്ട് കഴിഞ്ഞാൽ പൊടിക്കും. ഹൈബ്രിഡ് അങ്ങനെയല്ല, ആ ടൈം മാത്രമേ ആ പൂക്കൾ ഉണ്ടായ ശേഷം പിന്നെ ആ വിത്ത് പൊടിച്ചൊന്നും വരില്ല. അങ്ങനെ ഇതൊക്കെ നട്ട് സെറ്റാക്കിയിട്ടുണ്ട്. താങ്ക് യു. എല്ലാവരും ലൈക്ക് സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യുക.